തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയുടെ വേദപാരംഗത ആയ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആത്മകഥ നവമാലിക. കൊച്ചുത്രേസ്യ സഭയുടെ വേദപാരംഗത ഡോക്ടർ ഓഫ് ദി ചർച്ചാണ്. എങ്കിലും കൊച്ചുത്രേസ്യ നമുക്കറിയാം ചുരുങ്ങിയ വർഷങ്ങളെ ഭൂമി ജീവിച്ചിരുന്നുള്ളൂ. വലിയ പ്രബന്ധങ്ങളൊന്നും എഴുതിയിട്ടില്ല, ഒത്തിരി പ്രഭാഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല, ഒന്നും തന്നെ നടത്തിയിട്ടില്ല. കൊച്ചുത്രേസ്യ മരണാസന്നയായി കിടക്കുമ്പോൾ മദർ ആവശ്യപ്പെട്ട അനുസരണയുടെ കീഴ് തൻ്റെ ആത്മകഥ എഴുതുകയാണ്. 23-23.5 വയസ്സുള്ളപ്പം ക്ഷയരോഗം വന്ന് കൊച്ചുത്രേസ്യ മരിക്കുകയാണല്ലോ. മരണത്തിൻ്റെ കിടക്കയിൽ കിടക്കുമ്പോൾ അവൾ എഴുതിയ ആത്മകഥയിൽ 1-ാമത്തെ അധ്യായം അവളുടെ ബാല്യകാലത്തെക്കുറിച്ചാണ്. ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് കൊച്ചുത്രേസ്യ എഴുതുമ്പോൾ തനിക്ക് 4 വയസ്സുള്ളപ്പോൾ കണ്ട ഒരു സ്വപ്നം ഓർത്തിരുന്ന് കുറിക്കുന്നുണ്ട്. ആ സ്വപ്നം കുറിച്ചിട്ട് കൊച്ചുത്രേസ്യ പറയുകയാണ്, 4 വയസ്സിൽ കണ്ട സ്വപ്നമാണെങ്കിലും അതിപ്പോഴും ഓർത്തിരിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു എന്ന് മാത്രമല്ല, അനുസരണയിലും കീഴ് ഈ ആത്മകഥ എഴുതുമ്പോൾ അത് കുറിച്ച് വെക്കാനും അവിടുന്ന് എനിക്ക് പ്രേരണ തരുന്നു. അതുകൊണ്ട് എന്തോ അവിടുന്ന് ഇതുവഴി ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിത് കുറിക്കുകയാണ് എന്ന് പറഞ്ഞാണ് കൊച്ചുത്രേസ്യ സംഭവം കുറിക്കുന്നത്. ആ സംഭവം ഇപ്രകാരമാണ്. ഒരു രാത്രി ഞാൻ തനിയെ ഉദ്യാനത്തിൽ സഞ്ചരിക്കുന്നതായി എനിക്ക് തോന്നി. അവിടെ എത്തുന്നതിന് മുമ്പ് കയറേണ്ട നടയുടെ ചുവട്ടിൽ ചെന്നപ്പോൾ ഞാൻ പേടിച്ച് നിന്നുപോയി. എൻ്റെ മുൻപിൽ മരച്ചുവട്ടിലെ ഇരിപ്പിടത്തിനടുത്ത് ഒരു കുമ്മായ വീപ്പയുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ ഭയങ്കര രൂപികളായ 2 കുട്ടിപ്പിശാചുക്കൾ പാദങ്ങളിൽ ഇസ്തിരിപ്പെട്ടി പോലെ തോന്നിപ്പിക്കുന്ന ചെരുപ്പുകൾ ധരിച്ചുകൊണ്ട് വിസ്മയകരമായ മെയ് വഴക്കത്തോടെ നിന്ന് നൃത്തം ചെയ്തിരുന്നു. അവർ പെട്ടെന്ന് തങ്ങളുടെ തീക്കണ്ണുകളെ എൻ്റെ നേർക്ക് അയച്ചു. അതേസമയം എന്നേക്കാളധികം ഭയചകിതരെന്നോണം അവർ വീപ്പയുടെ ചുവട്ടിലേക്ക് ചാടി നേരെ മുൻപിലുണ്ടായിരുന്ന അലക്കുമുറിയിൽ ഓടി ഒളിച്ചു. അത്ര അല്പം ധൈര്യമേ അവറ്റകൾക്കുള്ളല്ലോ എന്ന് കണ്ട് അവർ എന്തു ചെയ്യുന്നുവെന്നറിയാൻ ഞാൻ ജനലിനടുത്തേക്ക് ചെന്നു. നിസാരരായ ആ കുട്ടിപ്പിശാചുക്കൾ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയുവാൻ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ അവർ മേശപ്പുറത്തുകൂടെ ഓടുകയാണ്. ഇടയ്ക്കിടെ ജനലിനടുത്ത് വന്ന് ഞാൻ അവിടെയുണ്ടോ എന്ന് അസ്വസ്ഥ ഭാവത്തോടെ നോക്കും. എന്നെ അവിടെ എപ്പോഴും കണ്ടതിനാൽ നിരാശരെന്നോണം വീണ്ടും ഓട്ടം തുടങ്ങും. ബ്രാക്കറ്റിൽ കൊച്ചുത്രേസ്യ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ സ്വപ്നത്തിൽ അസാധാരണമായി യാതൊന്നുമില്ലായിരിക്കാം, എങ്കിലും ഞാൻ അത് ഓർത്തിരിക്കാൻ നല്ല ദൈവം അനുവദിച്ചത് വരപ്രസാദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാത്മാവിന് പിശാചുക്കളെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്താനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ കൺമുമ്പിൽ നിന്ന് ഓടിക്കളയാൻ മാത്രം വിരുതുള്ള ഭീരുക്കളാണല്ലോ അവർ. ഇങ്ങനെ ഒരു പരാമർശ സംഭവ വിവരണം കൊച്ചുത്രേസ്യ തൻ്റെ ആത്മകഥയിൽ ചേർത്തിരിക്കുകയാണ്. അവർ സഭയുടെ വേദപാരംഗതയാണ്, ഡോക്ടർ ഓഫ് ദി ചർച്ച്, പഠിപ്പിക്കാൻ അധികാരമുള്ള വ്യക്തിയായിട്ട് സഭ അംഗീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനകത്ത് ചെറിയൊരു സംഭവ വിവരണമാണെങ്കിലും അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉണ്ട്. കൊച്ചുത്രേസ്യ അതിൻ്റെ പാഠവും പറയുന്നുണ്ട്. വരപ്രസാദ അവസ്ഥയിലുള്ള ഒരു വ്യക്തി ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും, ഇവിടെ 4 വയസ്സേ ഉള്ളൂ കൊച്ചുത്രേസ്യയ്ക്ക് അന്ന്, അങ്ങനെയുള്ളൊരു വ്യക്തിയെ പിശാചുക്കൾക്ക് ഭയമാണ്. അവിടെ മുമ്പിൽ നിന്ന് പിശാചുക്കൾ ഓടി അകലുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഈ നാളുകളിൽ ചിന്തിക്കുമ്പോൾ നരകരാജ്യത്തിൻ്റെ നുഴഞ്ഞു കയറ്റത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, പാപം പിശാചിൻ്റെ അവകാശമാണ്. പാപമില്ലാതെ ദൈവിക പ്രസാദപര അവസ്ഥയിൽ ഒരു വ്യക്തി നിലനിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് വലിയ സംരക്ഷണം ലഭിക്കാനായിട്ട് ഇടവരുന്നു.
ഈശോ തൻ്റെ ശുശ്രൂഷയിൽ പരസ്യവേദ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പിശാചുക്കൾ ദുഷ്ടാരൂപികളുള്ള വ്യക്തികളെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അഭിമുഖീകരിക്കുമ്പോൾ പിശാചുക്കൾ ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മളത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിലും 5-ാമത്തെ അധ്യായത്തിലും മറ്റ് അശുദ്ധാത്മാക്കളോട് ഈശോ ഇടപെടുന്ന രംഗങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. ഈശോയെ കാണുമ്പോഴേക്കും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അലറി, നസറായനായ ഈശോയെ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണ് എന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ അശുദ്ധാത്മാക്കൾ ഈശോയെ കാണുമ്പം അലറുകയാണ്, അസ്വസ്ഥതയോടെ അലറുകയാണ്. നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. കൊച്ചുത്രേസ്യയെ കണ്ടപ്പോൾ കൊട്ടിപ്പിശാചുക്കൾ ഓടി. അവർ ഓട്ടം കണ്ടപ്പോൾ കൊച്ചുത്രേസ്യ പിന്നാലെ ചെന്നിട്ട് അവർ ഒളിച്ചിരിക്കുന്ന അലക്കുമുറിയുടെ ജനാലയ്ക്കൽ വന്ന് അകത്തോട്ട് നോക്കി. കൊച്ചുത്രേസ്യ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ എന്നോർത്ത് പേടിച്ചുകൊണ്ട് അതുങ്ങൾ അലക്കുമുറിക്കകത്ത് ഒളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എലിക്കൂട്ടിൽ പെട്ടിക്കകത്ത് വീണ എലി ഓടുന്നത് പോലെ പരക്കം പായുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് ആശ്ചര്യം തോന്നി. അപ്പോൾ അതിൻ്റെ കാരണം അവൾ പറയണ, പ്രസാദപരാവസ്ഥയിലാണ് താൻ. അങ്ങനെ ഒരു വ്യക്തിയെ പിശാചുക്കൾക്ക് പേടിയാണ്. ഇവിടെ ഈശോയുടെ സാന്നിധ്യം വരുമ്പോൾ ഈ പിശാചുക്കൾ അലറി വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. നീ പരിശുദ്ധി നിറഞ്ഞ വ്യക്തിയാണ്. നിൻ്റെ പരിശുദ്ധി കാരണം ഞങ്ങൾക്ക് നിൻ്റെ മേൽ ഒരു അവകാശവും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ മനുഷ്യൻ നമ്മൾ ശ്രദ്ധിക്കണം, കഫർനാമിലെ സിനഗോഗിൽ സാബത്ത് ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന വ്യക്തിയാണ്. ആ വ്യക്തിയിൽ പൈശാച സാന്നിധ്യമുണ്ട്. അത് ആ മനുഷ്യന് അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിരിക്കുന്ന മറ്റാൾക്കാർക്കും അറിയത്തില്ല. ആ സിനഗോഗിൻ്റെ അധിപനായിരിക്കുന്ന അധികാരിക്ക് അറിയത്തില്ല. സാബത്ത് തോറും കൃത്യമായിട്ട് സിനഗോഗിൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ നമ്മുടെ വാക്കുകളിൽ പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പള്ളിയിലെത്തി കുർബാന സംബന്ധിക്കുന്ന ഒരു വിശ്വാസിയാണ്. ആ വ്യക്തിയിൽ പൈശാചികമായ സ്വാധീനം കിടക്കുന്നു. പക്ഷേ ആ വ്യക്തിക്ക് അത് അറിയാൻ സാധിക്കുന്നില്ല. അന്ന് ആ വ്യക്തി സിനഗോഗിൽ വരുമ്പോൾ ഈശോ അവിടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം വന്നപ്പോൾ ആ വ്യക്തിയുടെ പൈശാചിക അരൂപികൾ കുറേ നേരം പിടിച്ചു നിന്നു. ഈശോ പഠിപ്പിക്കുകയാണ്. ഒരു സമയം കഴിഞ്ഞപ്പോൾ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവ അലറി വിളിക്കുകയാണ്. അലറി വിളിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ 2 കാരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, ഈശോ പഠിപ്പിക്കുകയായിരുന്നു. വചനത്തിൻ്റെ വെളിച്ചം, വചനത്തിൻ്റെ സത്യം വെളിപ്പെട്ട് വരുമ്പോൾ അസത്യത്തിൻ്റെ അരൂപികളൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. നമുക്കതേപ്പറ്റി പിന്നീട് അല്പം കൂടെ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈശോയിലുള്ള പരിശുദ്ധിയുടെ സാന്നിധ്യം. നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. മറ്റു വാക്കുകൾ പറഞ്ഞാൽ ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി പ്രസാദപരാവസ്ഥയിലാണ്. നമ്മൾ ഗ്രേസിൻ്റെ ആ ഒരു വാക്കിൽ ദൈവശാസ്ത്രമായിട്ട് പറയുമ്പോൾ ആ പ്രസാദപരാവസ്ഥയിലുള്ള ഈശോ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ പൈശാചിക അരൂപികൾക്ക് ഈശോയുടെ സാന്നിധ്യം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഗരസേൻ്റെ നാട്ടിൽ ഈശോ ചെന്ന് വള്ളമിറങ്ങുമ്പോൾ അവിടെ പിശാച് ബാധിൽ ലഘുവനാവസരുന്ന മനുഷ്യൻ 6-ാം വാക്യം പറയുകയാണ്, അകലെ വെച്ച് തന്നെ അവൻ ഈശോയെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അവൻ ഓടിപ്പോകാൻ പറ്റുന്നില്ല. അതിന് കാരണം ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, ഈശോ ഇവിടെ പരസ്യമായിട്ട് അവനെ ശാസിക്കുന്നില്ല, ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷെ 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യന് പുറത്തു വരുമെന്ന് ഈശോ ആജ്ഞാപിച്ചിരുന്നു. എപ്പോഴാണ് ആജ്ഞാപിച്ചത്? ഇവിടെ ശിഷ്യന്മാരത് കേൾക്കുന്നില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. പണ്ഡിതന്മാർ ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് 4-ാമത്തെ അധ്യായത്തിൽ അവസാനം കണ്ടെങ്കിൽ 35 വാക്യങ്ങളിൽ ഈശോ കടൽ കടന്ന് ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു. 35-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണല്ലോ, സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അവർ അക്കരയ്ക്ക് കൊണ്ടുപോയി. പോകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ഈശോ അമരത്ത് തലണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ഭയന്നു. നമുക്ക് സംഭവം അറിയാം.
ശിഷ്യന്മാർ ഭയന്ന് ഈശോയെ വിളിച്ചേൽപ്പിക്കുമ്പോൾ ഈശോ കടലിനെ കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക. ആ ശാസിക്കുക എന്നുള്ള വാക്ക് ബൈബിൾ വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കും പിശാചിനെ ശാസിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈശോ പിശാചിനെയാണ് ശാസിക്കുന്നത്, കാറ്റിനെ അല്ല. കാറ്റ് അവിടെ അതുപോലെ കൊടുങ്കാറ്റായിട്ട് മാറി കടൽ ക്ഷോഭിക്കുന്ന പോലെ വെള്ളം അടിച്ചു കയറി വെള്ളം മുങ്ങാൻ മാത്രം ആയതിൻ്റെ പുറകിൽ ഈശോ തിരിച്ചറിയുന്നത് ഈ ഗരേസേൻ്റെ നാട്ടിലെ പിശാച് ബാധിനുള്ള ലഗിയോൻ, പിശാചുക്കളുടെ കൂട്ടത്തിൻ്റെ രോഷമാണ്, ഭയമാണ്. ഈശോ അക്കരയ്ക്ക് വന്ന് ലാൻഡ് ചെയ്താൽ കരയ്ക്കിറങ്ങിയാൽ തങ്ങൾ അവിടുന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈശോ അവിടേക്ക് വരാതിരിക്കാൻ, ഈശോയെ തടസ്സപ്പെടുത്താനായിട്ട് അവർ വിഫലമായിട്ടാണെങ്കിലും പരിശ്രമിക്കുന്നതാണ് ഈ കൊടുങ്കാറ്റ്. അതുകൊണ്ടാണ് ഈശോ ആ കൊടുങ്കാറ്റിനെ ശാസിക്കുമ്പോൾ ശിഷ്യന്മാർ ഉപയോഗിക്കുന്ന വാക്ക് പിശാചിനെ ശാസിക്കുന്ന അതേ വാക്ക് തന്നെയാണ്. പെട്ടെന്ന് കാറ്റ് ശമിച്ചു, വലിയ ശാന്തതയുണ്ടായി, സുശിഷ്യന്മാർ പറയുകയാണ്. അപ്പോൾ ഈ അവസരത്തിലാണ് അടുത്ത അധ്യായം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന അശുദ്ധാത്മാവെ പുറത്തു പോകൂ എന്നുള്ള ആജ്ഞ ഈശോ കൊടുത്തത് എന്നാണ് വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് ഈ അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെയും കൊണ്ട് പിശാചുക്കൾക്ക് പോകാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അവർ ഇവനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോകണം, അതിന് സാധിക്കുന്നില്ല. ഇവൻ ഈശ്വര പക്കലേക്ക് ഓടി വരികയാണ്. ഈശ്വര പക്കലേക്ക് ഓടി ഈ മനുഷ്യന് വരുമ്പോൾ നമ്മൾ ഇത് പൊസഷൻ്റെ ഒരു കേസാണ്. പൊസഷനിൽ പിശാചുക്കൾ കൺട്രോൾ എടുക്കുന്നു. എന്നാൽ ആ പിശാചുക്കളുടെ നിയന്ത്രണത്തിനെതിരെ ഈ വ്യക്തി മല്ലു പിടിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു സെഷനിൽ കണ്ടതായ സ്കോട്ട് പെക്ക് എന്നുള്ള ആ ഒരു അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് താൻ നടത്തിയ ബഹിഷ്കരണ ശുശ്രൂഷ അതേപ്പറ്റി വിശദീകരിച്ച് എഴുതി വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കമൻറ്റ് വളരെ മനോഹരമാണ്. അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥത്തിലുള്ള പൊസഷൻ്റെ കേസുകൾ ഒരിക്കലും ഒരു എക്സോസിസ്റ്റിൻ്റെ പക്കൽ എത്തുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്കോർക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിലുള്ള പൊസഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം പറയുകയാണ്, പിശാചിന് ഒരു വ്യക്തി തൻ്റെ മേൽ പൂർണ്ണ അവകാശ അധികാരവും വിട്ടുകൊടുത്ത് പിശാചിൻ്റേതായിട്ട് മാറുകയാണ്. പിശാച് അവിടെ അധിപനായിട്ട് വാഴുകയാണ് സർവ്വ സ്വാതന്ത്ര്യത്തോടെ. ആ പിശാചിനെ ഇറക്കി വിടാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നേയില്ല. അപ്പോൾ ഈ വ്യക്തിയെ കൊണ്ട് പിശാച് ഇഷ്ടം പോലെ പോയി ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് ഫുള്ളായിട്ടുള്ളൊരു പൊസഷൻ കേസ്. അവിടെ ഈ വ്യക്തിക്ക് പിശാചിനെ ഒഴിവാക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു സഹായം തേടി, ശുശ്രൂഷയുടെ സഹായം തേടി ഒരിക്കലും വരുന്നില്ല എന്ന് സ്കോട്ട് പെക്ക് എന്ന സൈക്കാട്രിസ്റ്റ് തൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത് അത് വളരെ അർത്ഥവത്താണ്. അദ്ദേഹം പറയുകയാണ്, പിശാചിൻ്റെ ആവാസം ഒരു പരിധിവരെ കയറി ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യൻ്റെ മേൽ പിശാചിന് പിടുത്തം കിട്ടുന്നു. പക്ഷേ ഈ മനുഷ്യൻ വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ വ്യക്തി അലറി വിളിക്കുന്നു, നിലവിളിക്കുന്നു. അതൊരു കരച്ചിലാണ്. എന്നെ സഹായിക്കണമേ, ഇപ്പം എൻ്റെ മേൽ പിടുത്തമിട്ടിരിക്കുന്ന, എൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറി എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഈ പൈശാചിക അരൂപി എന്നെ ഭരിക്കണ്ട, അവൻ എന്നെ കീഴ്പ്പെടുത്തണ്ട, അവനെനിക്ക് വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ നിലവിളി. അതുകൊണ്ട് അങ്ങനെ നിലവിളിക്കുന്ന വ്യക്തികൾക്കാണ് ഒരു ശുശ്രൂഷയുടെ സഹായം ലഭിക്കാൻ ഇടവരിക. വിശുദ്ധതയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ യൂദാസിലാണ് സാത്താൻ ആവസിക്കുന്നതായിട്ട് ബൈബിളിലുള്ള ഏക പരാമർശനം. ഈ യൂദാസിൽ ഉള്ള പിശാചിൻ്റെ സാന്നിധ്യത്തെ ഇറക്കി വിടാനായിട്ട് ഈശോയ്ക്ക് പക്ഷേ സാധിച്ചുമില്ല. എന്തുകൊണ്ടാണ്? നാട്ടിലുള്ള അനേക പിശാച് ബാധിതരെ ഈശോ വിടുതലിലേക്ക് നയിച്ചപ്പോൾ താൻ തിരഞ്ഞെടുത്ത് കൂട്ടത്തിൽ കൊണ്ടുനടന്ന യൂദാസിനെ ഈശോയ്ക്ക് വിടുതലിലേക്ക് നയിക്കാൻ പറ്റാതെ പോയത്? അതേപ്പറ്റി പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് യൂദാസ് പിശാചിനെ അറിഞ്ഞ് സ്വീകരിച്ചു. അവിടെ യൂദാസ് കടന്ന് മറ്റ് പിശാച് ബാധിതർ അലമറയിടുന്ന പോലെ ഉരുണ്ടു വീണും നുരയും പതയും പുറപ്പെടുവിക്കുന്നതിനുള്ള പെരുമാറ്റമൊന്നും കാണിക്കുന്നില്ല. പക്ഷേ യൂദാസ് പിശാചിനാൽ ആവേശിതനായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമായിട്ട് പറയുന്നു. ലൂക്ക 22-നും യോഹന്നാൻ 13-നും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നു. യൂദാസ് പിശാചിനാൽ ആവേശിതനായിരുന്നു, പക്ഷേ ഒരു അലറി വിളിക്കലുമില്ല, ഒരു ഉരുണ്ടു വീഴലുമില്ല. വളരെ ശാന്തനായിട്ട് ബാഹ്യമായിട്ട് നീങ്ങുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇതാണ് സ്കോട്ട് പെക്ക് പറയുന്ന പൂർണ്ണ പൊസഷൻ.
അവൻ യൂദാസ് പിശാചിനെ സ്വീകരിച്ചിരിക്കുകയാണ്, പിശാചുമായിട്ട് ഒന്നായി തീർന്നിരിക്കുകയാണ്. അവൻ ആരുടെ സഹായം തേടുകയില്ല. ഈശോ കൂടെയുണ്ട് 3 വർഷം, സകല പിശാചുക്കളുടെ അധികാരമാണ് ദൈവപുത്രൻ. പക്ഷേ യൂദാസിന് വേണ്ട. അതുകൊണ്ട് പൂർണ്ണ പൊസഷൻ്റെ അവസ്ഥയിലുള്ള വ്യക്തികൾ സഹായം തേടി വരുന്നേയില്ല. അവർ വളരെ ഭീകരമായ രീതി പിശാചിൻ്റെ സ്ഥാനത്ത് തന്നെ അവർ ഈ ഭൂമി നടക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം എന്നുള്ള ആ കഫർനാമിലെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ വിശ്വസിക്കാതെ മാറി നിൽക്കുന്ന യൂദാസിനെ പറ്റി ഈശോ ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 6:70 ഈശോ അവിടെ പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ, നിങ്ങളിൽ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ശിമോൻ ഇസ്കറിയാത്തയുടെ മകനായ യൂദാസിനെ കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് ഈശോയെ ഒറ്റിക്കൊടുക്കുമായിരുന്നത്. ഞാൻ 12 പേരെ തിരഞ്ഞെടുത്തില്ലേ നിങ്ങളെ, പക്ഷെ നിങ്ങൾ ഒരുവൻ പിശാചാണ്. ഈശോ പിശാചിനെ തിരഞ്ഞെടുത്തില്ല, 12 മനുഷ്യരെ തിരഞ്ഞെടുത്തത്. പക്ഷെ അവരൊരുവൻ പിശാചാണ്, പിശാചായി മാറിക്കഴിഞ്ഞു. അത് പിശാചല്ല, യൂദാസ് മനുഷ്യനാണ്. പക്ഷേ പിശാചിനെ യൂദാസ് വെൽക്കം ചെയ്യുകയാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്ത ചില നിങ്ങളിലുണ്ട്. അതേ അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം കേട്ട് വിശ്വസിക്കാതെ പിശാചിൻ്റെ തോന്നിപ്പുകൾ സ്വീകരിക്കുന്നു. ഹൗവായ്ക്ക് പറ്റിയ അപകടം അവിടെയാണ്. പിശാചിൻ്റെ സർപ്പം ഓതിക്കൊടുത്ത കാര്യം ഹൗവ സ്വീകരിച്ചു, ദൈവത്തിൻ്റെ വാക്കുകൾ അവഗണിച്ചു. ഇവിടെ ഈശോയുടെ വാക്കുകൾ വചനപ്രഘോഷണം മുഴുവൻ യൂദാസ് കേട്ടു, അവഗണിച്ചു. എന്നിട്ടോ യോഹന്നാൻ 13:2 നമ്മൾ വായിക്കുന്നു, പിശാചി ഇട്ടുകൊടുത്ത പ്രേരണ തോന്നിപ്പിച്ചു ഈശോ ഒറ്റിക്കൊടുക്കാൻ അതവൻ സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വമേധയാ പിശാചിന് വിട്ടുകൊടുത്തുകൊണ്ട് യൂദാസ് നടക്കുമ്പോൾ യൂദാസ് തന്നെ ഒരു പിശാചായിട്ട് മാറുകയാണ്. ഈശോ പറയുകയാണ്, ഇതുപോലെ ഇന്ന് തനി പിശാചുക്കളായിട്ട് ഭൂമിയിലൂടെ നടക്കുന്ന ആളുകളുണ്ട്. അവരൊരിക്കലും ഒരു ശുശ്രൂഷയുടെ സഹായം തേടി വരില്ല. അതേസമയം പിശാച് ഏതെങ്കിലും തരത്തിൽ അവസരം കണ്ടെത്തി അതിക്രമിച്ച് കയറി പൊസഷനെ സാധാരണ നമ്മൾ പറയുന്ന രീതിയിലുള്ള അവസ്ഥയിലാക്കുന്ന വ്യക്തികൾ അലറി വിളിക്കും. അലറി വിളിക്കലിനകത്ത് ഈ മനുഷ്യൻ്റെ സഹായത്തിന് വേണ്ടി വിളിയുണ്ട്. ഇവിടെ നമ്മൾ കണ്ടുവരുന്ന വചനഭാഗം മർക്കോസ് 1 കഫർനാമിലെ സിനഗോഗിൽ ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അലറുകയാണ്. അലർച്ചയുടെ കാരണം എന്താണ്? ഈ മനുഷ്യ വ്യക്തിക്ക് ഈശോയെ വേണം, അതുകൊണ്ട് അങ്ങനെ സിനഗോഗിൽ വരുന്നത്, അല്ലെ അങ്ങനെ വരികയല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാമത്തെ അധ്യായത്തിലും നമുക്ക് കാണാൻ പറ്റും, കൂനിയായ സ്ത്രീ. ആ സ്ത്രീ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ആ സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്നത് ഒരു സാബത്തിൽ സിനഗോഗിൽ വെച്ചാണ്. അപ്പോൾ സാബത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകൾ പറഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ച പള്ളിയിൽ വെച്ച്. അപ്പോൾ ഞായറാഴ്ച തോറും കുർബാനയിൽ മുടങ്ങാതെ പള്ളിയിലെത്തുന്ന ഒരു വിശ്വാസിനി ആണ് ആ കൂനുള്ള സ്ത്രീ. പക്ഷെ അവരിലൊരു പിശാചിൻ്റെ സാന്നിധ്യമുണ്ട്. രോഗത്തിൻ്റെ ഒരു ആത്മാവ് ബാധിച്ച് ഈശോ അവളിലെ ആത്മാവിനെ ഇറക്കി വിടുന്നു, സൗഖ്യം കൊടുക്കുന്നു. അവൾ നിവർന്ന് നിന്നു. അതേപ്പറ്റി ഈശോ തന്നെ ഇവർ തർക്കമുണ്ടായി പറയുന്നുണ്ട്. ലൂക്ക 13:16 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? അതൊരു ബഹിഷ്കരണ ശുശ്രൂഷ തന്നെയാണ് ഈശോ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയും പതിവായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന വ്യക്തിയാണ്. കഫർനാമിലെ സിനഗോഗിലെത്തിയ പിശാച് ബാധിതനും പ്രാർത്ഥനയ്ക്ക് വന്നിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർക്ക് തമ്പുരാനെ വേണം, ദൈവസഹായം വേണം. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ അവർ അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ട്. എവിടെയോ ഒരു അസ്വസ്ഥതയുണ്ട്, എവിടെയോ വേണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിലേക്ക് പോകാൻ തയ്യാറല്ല. തമ്പുരാനെ വിളിക്കുന്നു, തമ്പുരാനെ അന്വേഷിക്കുന്നു, ദൈവത്തിന് വേണ്ടി യാചിക്കുന്നു, ദാഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ പ്രാർത്ഥനയ്ക്ക് എത്തുന്നത്, കുർബാനയ്ക്ക് അല്ലെങ്കിൽ ഈ സിനഗോഗിലെ സാബത്ത് ദിവസത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തുക. അതുകൊണ്ട് അവർ തമ്പുരാന് വേണ്ടി ദാഹിക്കുമ്പോൾ തമ്പുരാനെ വെറുക്കുന്ന പൈശാചികാരിയും ഒപ്പം ഉണ്ട് താനും. ഇത് നമുക്കൊരു വലിയ മുന്നറിയിപ്പായിട്ടും വെളിച്ചമായിട്ടും മാറേണ്ടതാണ്. നമ്മൾ അനേകർ പതിവായിട്ട് ഞായറാഴ്ചയ്ക്ക് പള്ളിയിൽ പോവുകയും ഇടവേള കാര്യങ്ങളൊക്കെ സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന അവസ്ഥയിലും നമ്മളിൽ നിന്ന് ഒഴിവായി പോകേണ്ട പൈശാചിക ബന്ധനങ്ങളും സാന്നിധ്യങ്ങളും നിലനിൽക്കുന്നുണ്ടാവാം എന്നൊരു സൂചന ഇതിനകത്തുണ്ട്. നമ്മൾ പള്ളിയിൽ വരുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. പള്ളി വന്നിരിക്കുമ്പോൾ തന്നെ അൾത്താരേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണ് തുറന്നിരിക്കുന്നെങ്കിൽ നമ്മൾ കാണുന്ന വേറെ കാര്യങ്ങളൊക്കെയാണ്. ഇറങ്ങി പോകാൻ തോന്നുന്നു. വചനപ്രഘോഷണം അച്ഛൻ അല്പം നീട്ടിയാൽ അസ്വസ്ഥ വരുന്നു. പാട്ടുകുർബാന ആരംഭിക്കുമ്പോഴേക്കും വല്ലാണ്ട് വിമിഷ്ടം വരുന്നു. 1 മണിക്കൂറിലധികം കുർബാന ഞായറാഴ്ച നീളാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്നു. ഇച്ചിരി പ്രസംഗം നീണ്ടുപോയവരെ വാച്ച് നോക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അടയാളം, സ്നേഹമുള്ളവരെ,
നമ്മൾ തമ്പുരാൻ്റെ പക്കലേക്ക് വരുന്നതായിട്ട് ഭാവിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ഉള്ള് തമ്പുരാനിലേക്ക് മുഴുവൻ കൊടുത്തിട്ടില്ല. എവിടെയൊക്കെയോ ചില വിട്ടുപോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വന്ന വിഷയം, ഇവിടെ സൈഡ് പരാമർശനങ്ങൾ നമ്മൾ അത്ര എടുത്തു, അത് നമുക്ക് വിശുദ്ധാത്മ കാണിച്ചു തന്നതാണ്. ഇവിടെ നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഈ അസ്വസ്ഥത ഇങ്ങനെ പറയുമ്പോൾ ഈ അസ്വസ്ഥതയുടെ ഗ്രീക്കിലുള്ള വേർഷൻ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ടി എമോയ് കായ് സോയ്, നിനക്കും എനിക്കും തമ്മിൽ എന്ത് ബന്ധം? ടി എമോയ്, ഞാനും കായ് സോയ്, നീയും തമ്മിൽ എന്ത് ബന്ധം എന്ന് വെച്ചാൽ പിശാചുക്കളുടെ അസ്വസ്ഥത ഈശോയോട് പറയുകയാണ്, നിന്നിൽ ഞങ്ങളുടേതായിട്ട് ഒന്നുമില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സഹി കെടുകയാണ്, ഞങ്ങൾക്കൊരു ഗ്രിപ്പ് കിട്ടുന്നില്ല. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട ഒരു സംഭവമാണല്ലോ, ഇവിടെ ചേർത്ത് വെക്കുമ്പോൾ കുറച്ച് വ്യക്തമാകും. സക്കറിയ 3:1 മുതലുള്ള വാക്യങ്ങളിൽ പ്രധാന പുരോഹിതനായ യോശുവയുടെ പക്കൽ സാത്താൻ നിൽക്കുന്നു. അത് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? 1-ാം വാക്യം പറയാണ്, യോശുവയിൽ കുറ്റം ആരോപിക്കുന്നതിനായി സാത്താൻ നിൽക്കുന്നത് ദൈവം കാണിച്ചു തന്നു. കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് കുറ്റം ആരോപിക്കാൻ സാധിക്കുന്നത്? കുറ്റമുണ്ട്. മുഷിഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, അകൃത്യങ്ങളുണ്ട്. ഈ അകൃത്യങ്ങൾ മൂലമാണ് സാത്താൻ അവിടെ വിടാതെ നിൽക്കുന്നത്. പ്രധാന പുരോഹിതനാണ് എങ്കിൽ പോലും. അപ്പോൾ ഈശോയിൽ അകൃത്യങ്ങളില്ല, അതുകൊണ്ട് ഈശ്വര പക്കലേക്ക് ഇവർക്ക് വരാൻ ഇഷ്ടമില്ല. പക്ഷേ ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറി വരുന്നു, ഈശോ അവിടെ പ്രാർത്ഥിക്കാൻ കയറി വന്നു, ഇവർ ഫിസിക്കലി ക്ലോസായി. ആ അവസ്ഥയിൽ ഈ പൈശാചിക അരുവികൾ ഞെരുങ്ങുകയാണ്. അവർ സഹി കെട്ടൊരു നിമിഷം വന്നപ്പം ഈ മനുഷ്യ സ്വരത്തിൽ നിലവിളിക്കുകയാണ്, നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? ഞാൻ പറഞ്ഞു ഗ്രീക്കിൽ അത് പറയുന്നത് ടി എമോയ് കായ് സോയ്, നീയും ഞാനും ഞങ്ങൾ ബന്ധമില്ലല്ലോ, പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. കൊച്ചുറേസ്യ 4 വയസ്സ് സ്വപ്നത്തിൽ കണ്ടു, പ്രസാദപരാവസ്ഥയുടെ കൊച്ചി ചെല്ലുമ്പം പിശാചുക്കൾ ഇറങ്ങി ഓടുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഒരവകാശവും കിടക്കരുത്. നമ്മുടെ സാന്നിധ്യം വരുമ്പം അവന് എനിക്ക് ഈ വ്യക്തിയുടെ മേൽ പിടിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് അനുഭവപ്പെടണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. അതെങ്ങനെയാണ്? ബലഹീനതയില്ലാത്തവരാരുമില്ല, പാപത്തിൽ വീണു പോകാത്തവരാരുമില്ല. നമുക്ക് കുമ്പസാരമുണ്ട്. കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ഈശോയിലേക്ക് പാപങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പാപത്തിൻ്റെ എല്ലാ സാന്നിധ്യവും നമ്മൾ ഊരിയെടുത്ത് നമ്മളെ തന്നെ പ്രസാദപരാവസ്ഥ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സാന്നിധ്യം വഴി നമ്മുടെ വീട്ടിലോ പറമ്പിലോ അധ്വാന തരങ്ങളിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ ഉള്ള പിശാചുക്കൾ പോലും അസ്വസ്ഥപ്പെട്ട് മാറാനിടവരും. നമ്മുടെ മേൽ അവർക്ക് ഒരു ഗ്രിപ്പും ഒരു സ്വാധീനവും നിലനിൽക്കാൻ നമ്മൾ അനുവദിക്കരുത്. നമുക്കൊരു നിമിഷം തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചേർക്കാം. കർത്താവായ ഈശോയെ, പൈശാശക്തികളുടെ മേൽ അങ്ങേക്കുണ്ടായിരുന്ന വലിയ ശക്തിയും സ്വാധീനവും അധികാരവും അതിൻ്റെ അടിസ്ഥാന രഹസ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ദൈവത്തിൻ്റെ പരിശുദ്ധനായിരുന്നു. അങ്ങയുടെ പരിശുദ്ധിയുടെ പക്കൽ ഈ പിശാചുക്കൾക്ക് ഒരു ഗ്രിപ്പും ഒരു പിടുത്തവും കിട്ടിയില്ല. പഴയ നിയമത്തിലെ പ്രധാന പുരോഹിതൻ യോശുവയിലുണ്ടായിരുന്ന അകൃത്യങ്ങൾ വഴി അദ്ദേഹത്തിൻ്റെ മേൽ പിശാചുക്കൾക്ക് അവകാശം കിട്ടി. അതുകൊണ്ട് അവർ വിടാതെ നിന്നു. കൊച്ചുറേസ്യയുടെ സ്വപ്നവും ഞങ്ങൾ കർത്താവെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുന്നു. പ്രസാദപരാവസ്ഥ ഞങ്ങളായിരിക്കാൻ അങ്ങ് എന്തുമാത്രം ആഗ്രഹിക്കുന്നു. നരകരാജ്യത്തിൻ്റെ സകല കടന്നുകയറ്റങ്ങളും കെണികളും ഞങ്ങൾ ദൂരീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം ഈശോയെ അങ്ങയുടെ പരിഹാര ബലിയുടെ യോഗ്യതകളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ കുറവുകളെയും പാപങ്ങളെയും ചേർത്ത് വെക്കുക എന്നുള്ളതാണല്ലോ. കർത്താവെ, ആഴമായ പാവബോധം, ഒരു മൃദു മനസാക്ഷി വഴി പാപത്തെ ഒരു കൃത്യമായ തിരിച്ചറിവ്, അനുതാപം അവരുടെ ഹൃദയം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. അതുവഴിയായി പിശാചിൻ്റെ സകല അവകാശത്തോടെയുള്ള നോട്ടങ്ങളും ഇടപെടലുകളും ഞങ്ങൾ ദൂരെയാകാനിട വരികയും ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, നമ്മുടെ വിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസന് അങ്ങ് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് കലാരൂപതയുടെ വാഗബൺ മൗണ്ടനുമ ധ്യാനകേന്ദ്രത്തിലെ നിയമന അധികാരം അനുസരിച്ചും അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ഉള്ളൊരുക്കി വിശ്വാസത്തോടെ സ്വീകരിച്ച് ഇപ്പോൾ അങ്ങയുടെ കരസ്പർശനത്തിനായി പരിശുദ്ധാത്മ സ്പർശനത്തിനായി ഉള്ളു തുറന്ന് ദാഹിച്ച് എളിമയോടെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിയാൽ, തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ, തിരുക്കുരിശൻ്റെ അടയാളത്താൽ ഈ മക്കളിൽ നിന്നും സകല നാരകീയ സ്വാധീന അവസ്ഥകളും വിട്ടുമാറിപ്പോകട്ടെ. ദൈവരാജ്യ അനുഭവത്തിലേക്ക് മക്കൾ ഓരോരുത്തരും കടന്നു വരാൻ അങ്ങയുടെ കരുണയാൽ ഇടവരുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ അധ്വാന തലങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.